നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ആ വാർത്ത കേട്ട് നമ്മളും എല്ലാവരും ഒന്ന് അന്താളിച്ചു. ഇതെന്താ പാട്? അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്, അല്ലെങ്കിൽ ആ വാർത്ത കേട്ട് വിചാരിച്ചത് കൊലപാതക ശ്രമമായിരിക്കാം എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്നൊരു ട്വിസ്റ്റ് തന്നെയാണ്. ദമ്പതികൾ സഞ്ചരിച്ച കാറ് താഴ്ചയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ ഭാര്യയെ കാറിൽ ഉപേക്ഷിച്ച ഭർത്താവ് കടന്നളഞ്ഞു. ഇതാണ് നമ്മൾ ആദ്യം കേട്ട വാർത്ത. ഇടുക്കിയിലെ ഉപ്പുതറയിലാണ് ദുരൂഹമായ സംഭവം നടന്നത്. അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് സംശയമുണ്ടെന്ന് പോലീസ് ആദ്യമേ തന്നെ അറിയിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലടി സ്വദേശി സുരേഷാണ് ഭാര്യയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് എന്ന വിശദമായ വിവരവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ശനിയാഴ്ച രാത്രി ഇരുവരും സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ കാറിൽ കുടുങ്ങിയ നിലയിൽ കണ്ട സ്ത്രീയെ നാട്ടുകാരാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. സുരേഷിനും ഭാര്യയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കസ്റ്റഡിയിലെടുത്ത സുരേഷ് ചോദ്യം ചെയ്യലിൽ ഭാര്യ സ്റ്റിയറിംഗിൽ പിടിച്ചു വലിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മദ്യലഹരിയിലായിരുന്ന സുരേഷിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തതുമില്ലായിരുന്നു. അപകടത്തിൽപ്പെട്ട സ്ത്രീ ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടുമില്ല. ഇതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് കൃത്യമായ ചോദ്യം ചെയ്യലിന് പുറത്തു വരുന്നത് ഒരുമിച്ച് യാത്ര ചെയ്തതിനിടെ അപകടത്തിൽപ്പെട്ട കാറിനൊപ്പം ഉണ്ടായിരുന്നത് ഭർത്താവല്ല, ഭാര്യയുമല്ല, കാമുകിയും കാമുകനും ആയിരുന്നു എന്നുള്ളതാണ്. പുളിയൻമല കുട്ടിക്കാനം മലയോര ഹൈവേയിലെ ആലടി വളവിന് സമീപം ഇന്നലെ രാവിലെയാണ് 7:30 സംഭവം നടന്നത്. ആലടി ചിരുവിൽ സുരേഷ് എന്ന 41 വയസ്സുകാരൻ, ഒപ്പമുണ്ടായിരുന്ന പാമ്പനാർ സ്വദേശിനി നവീന എന്ന 30 വയസ്സുകാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച കാറ് ഈ 20 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. എന്നിട്ടും എന്തുകൊണ്ട് ഭാര്യ ഉപേക്ഷിച്ച ഭർത്താവ് കടന്നു കളഞ്ഞു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ച ചോദ്യം. എന്നാൽ ഇപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്? ഭാര്യയല്ല, കാമുകിയായിരുന്നു. അപകടം നടന്ന എല്ലാവരും ഓടി വരികയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഭയന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അവിടെ നിന്ന് ഓടിപ്പോയത് എന്നാണ് ഇയാൾ വ്യക്തമാക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഉപേക്ഷിച്ച് സുരേഷ് സ്ഥലം വിടുകയും ചെയ്തിരുന്നു. കാറ് ഇയാളുടേതാണ് എന്ന് കണ്ടെത്തിയ പോലീസ് വീട്ടിൽ നിന്ന് സുരേഷിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. സുരേഷും നവീനയും മാസങ്ങളായി ഒരുമിച്ച് താമസിക്കുന്നവരായിരുന്നു. അപകടത്തിൽപ്പെട്ട യുവതി ബോധരഹിതയായി കിടക്കുന്ന കാര്യം അതുവഴി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിനെ അറിയിച്ചത്. നവീനയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സുരേഷിന്റെ പരിക്ക് സാരമുള്ളതല്ല. അയാളെ സ്റ്റേഷനിൽ എത്തിച്ച വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു. സ്റ്റേഷൻ പരിധി വിട്ട് പോകരുത് എന്നാണ് നിർദ്ദേശം. ഫേസ്ബുക്കിലൂടെയാണ് ഇരുവരും പരിചയത്തിൽ വന്നത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നവീന 1.5 മാസം മുമ്പാണ് സുരേഷിനൊപ്പം താമസമാക്കിയത് എന്ന് ബന്ധുക്കൾ പറയുകയാണ്. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുളിക വിഴുങ്ങി നവീന ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് എന്നുമാണ് സുരേഷ് പറഞ്ഞത്. സ്റ്റിയറിംഗിൽ പിടിച്ച് ബലമായി നവീന തിരിച്ചതാണ് കാർ താഴ്ചയിലേക്ക് മറിയാൻ കാരണമെന്നും അയാൾ മൊഴി നൽകിയിട്ടുണ്ട്. എതിർദിശയിൽ നിന്നും വന്ന രീതിയിലാണ് കാറ് കിടന്നിരുന്നത്. അതിനാൽ സുരേഷ് പറഞ്ഞത് പോലീസ് വിശ്വാസത്തിലെടുത്തതുമില്ല. നവീനയ്ക്ക് ബോധം തെളിഞ്ഞ ശേഷം അത് മൊഴിയെടുത്ത് മാത്രമേ യഥാർത്ഥ വിവരം പുറത്തു വരികയുള്ളൂ. സ്ഥിരം മദ്യപാനിയാണ് ഇയാൾ എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് സുരേഷ് എങ്ങനെ വീട്ടിലെത്തി, കാറ് മറിച്ചതാണോ, അത് അല്ലാതെ മറിയുന്നതിന് മുമ്പ് സുരേഷ് രക്ഷപ്പെട്ടതാണോ തുടങ്ങിയ സംശയങ്ങളും നിലനിൽക്കുന്നതായാണ് പോലീസ് അറിയിച്ചത്. നവീനയുടെ മൊഴി അടക്കം പുറത്തു വരേണ്ടതുണ്ട്. നവീനയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാകുന്നത്. രേഖപ്പെടുത്തിയതിനു ശേഷം വിശദമായ അന്വേഷണം നടത്തും. സുരേഷ് സ്ഥിരം മദ്യപാനിയാണെന്നും അപകടം ഉണ്ടായപ്പോൾ ഇയാൾ മദ്യലഹരിയിലാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ട്വിസ്റ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഭർത്താവെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് ഭർത്താവല്ല, ഇത് ഇവരുടെ തന്നെ കാമുകനാണ് എന്ന് വ്യക്തമാകുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നറിയില്ല. എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടത്? ഏകദേശം 22 അടി താഴ്ചയിലേക്കാണ് ഈ ഒരു വണ്ടി മറിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇയാൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. അത് ഇനി ഇയാൾ മനഃപൂർവ്വം ഇവരെ കൊല്ലാനായി ശ്രമിച്ചതാണോ എന്നൊരു ചോദ്യവും കൂടി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇയാൾ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. ആദ്യം ചോദ്യം ചെയ്തപ്പോഴൊക്കെ തന്നെ എൻ്റെ ഭാര്യയാണ് എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഇക്കാര്യങ്ങൾ മനസ്സിലായത്. ഇനി ഈ പറയുന്ന നവീനയ്ക്ക് ഭർത്താവുണ്ടോ, കുട്ടികളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നവീന 1.5 മാസം മുമ്പാണ് സുരേഷിനൊപ്പം താമസം
താമസമായത് എന്നാണ് ബന്ധുക്കളടക്കമുള്ളവർ പറയുന്നത്. 30 വയസ്സ് മാത്രമാണ് ഇവരുടെ പ്രായം. ഇയാൾക്ക് 41 വയസ്സൊക്കെ ഉണ്ട്. എന്തായാലും ഗുളിക വിഴുങ്ങിയിരുന്നു, അതായത് ആത്മഹത്യക്കായി ശ്രമിച്ചിരുന്നു. അതും ഇനി ഇയാൾ ആത്മഹത്യക്കായിട്ട് അതായത് അതും ഇനി ഇയാൾ കൊല്ലാനായി ശ്രമിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ആദ്യം ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് വഴി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായെന്ന് പറയുന്നു. ഇവർ തമ്മിൽ കാറിനുള്ളിൽ അടിപിടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇയാൾ തന്നെ അപകടകരമായ രീതിയിൽ ഒരുപക്ഷെ ഇവർ ഇനി ജീവിക്കില്ല എന്നോർത്ത് ഇയാൾ തന്നെ എന്നാൽ പിന്നെ രണ്ടുപേർക്ക് മരിച്ചേക്കാം എന്നോർത്ത് അങ്ങനെയാണോ അപകടം ഉണ്ടാക്കിയെന്ന് അറിയില്ല. ഏതായാലും ഇയാൾ കൃത്യമായി തന്നെ ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. മാത്രമല്ല മറ്റ് നാട്ടുകാർ പറയുന്നത് ഇവരൊക്കെ തന്നെ ഇങ്ങനെ ഈ അമിത വേഗത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ നാട്ടിലൂടെ ഒന്നും അറിയാതെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു 2 വീലറിൽ പോകുന്ന, അല്ലെങ്കിൽ കാറിൽ പോകുന്നവർക്കൊക്കെ തന്നെ അപകടം ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ അവരങ്ങനെ ഇവരുടെ കയ്യിലിരിപ്പ് കാരണം അവരുടെ ജീവന് കൂടി അപകടമാവില്ലേ എന്നൊരു ചോദ്യം കൂടി വരികയാണ്. തീർച്ചയായും അതൊരു കൃത്യമായ ചോദ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ അലക്ഷ്യമായി തന്നെ വണ്ടി ഓടിച്ച് ചാകാനായി ഇറങ്ങിയതല്ലേടാ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലരുടെ ഓട്ടപ്പായ്ച്ചിൽ കാരണം നമുക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികേട് വരും. ഒന്നും അറിയാതെ റോഡിലൂടെ നടന്നു പോകുന്നവരായിരിക്കും ഇതിനൊക്കെ തന്നെ ഇരയായി മാറുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇതിലൊക്കെ തന്നെ ദുരൂഹതകളുണ്ട്, മറന്നീക്കി പുറത്തു വരേണ്ടതുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് സുരേഷ് എങ്ങനെ വീട്ടിലെത്തിയെന്ന് തന്നെയാണ് പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. 2 കാർ മറിച്ചതാണോ, ഇയാൾ സ്വയമേ മറിച്ചതാണോ, അപകടം വരുത്താനായി സ്വയമേ മറിച്ചിട്ടതാണോ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. 3 ഈ മറിയുന്നതിന് മുമ്പ് സുരേഷ് രക്ഷപ്പെട്ടതാണോ തുടങ്ങിയ സംശയങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് അയാൾ ഇനി 22 അടി താഴ്ചയിൽ നിന്നും ഇയാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ പുറത്തേക്ക് മുകളിലേക്ക് കയറി വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പൂർണ്ണമായും ഈ കാറ് തലകീഴായി മറിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അതിനിടയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ട് വരാൻ സാധിക്കും എന്നറിയില്ല. അഥവാ അങ്ങനെ രക്ഷപ്പെട്ടാലും ഇയാളുടെ മുഖത്തോ അല്ലെങ്കിൽ ശരീരഭാഗത്തോ ഒന്നും തന്നെ കാര്യമായ പരിക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിക്കുണ്ടാകണം, അങ്ങനെ പരിക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ചോദിക്കുന്നത്, ഈ ഒരു കാറ് മറിച്ചിട്ടതിന് ശേഷം ഇയാൾ ഇറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഇറങ്ങിയതിന് ശേഷം കാറ് സ്വയമേ തള്ളി ഇയാൾ ആ കുഴിയിലേക്ക് ഇട്ടതാണോ എന്ന ചോദ്യമൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും രാത്രിയോട് കൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാവിലെയാണ്, പുലർച്ചെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ വണ്ടി മറിഞ്ഞ നിലയിലും അതിനകത്ത് ഒരു യുവതി ഉണ്ട് എന്ന വിവരവും ആദ്യം അറിയുന്നതും പിന്നീടാണ് ഇയാൾ തന്നെയാണ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആദ്യ മണിക്കൂറിലൊന്നും തന്നെ പോലീസിന് ഇക്കാര്യം വ്യക്തമായതില്ല. പിന്നീട് മാത്രമാണ് ഇതൊരു ട്വിസ്റ്റ് പിടിച്ച് അല്ലെങ്കിൽ ട്വിസ്റ്റ് നിറഞ്ഞ ദുരൂഹതകൾ ഏറെ നിറഞ്ഞ ഒരു കേസാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായത്.